വൈഷ്ണവൻ അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് വീഡിയോസിലായിട്ട് നമ്മൾ പ്രിപ്പോസിഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഓരോ പ്രിപ്പോസിഷൻസും എന്താണ്, എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിൽ, ഏതെല്ലാം സാഹചര്യത്തിലാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകളിൽ ഇങ്ങനെ സീരിയസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിൻസ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ, അതെങ്ങനെയാണ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഏതെല്ലാം സാഹചര്യത്തിലാണ് നമ്മൾ ഈ സിൻസ് ഉപയോഗിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ സിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതൽ, അല്ലെങ്കിൽ മുതലുള്ള, അപ്പൊ ഒരു പാസ്റ്റിലെ ഒരു സമയം മുതൽ, കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ തുടങ്ങിയ ഒരു ആക്ടിവിറ്റി, അല്ലെങ്കിൽ അന്ന് മുതലുള്ള ഒരു സംഭവത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ ഈ സിൻസ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമ്മൾ നോർമലി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ സിൻസ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ആഡ്വർബ്, പ്രിപ്പോസിഷൻ ഓർ എ കഞ്ചക്ഷൻ. ഇത് ഒരു പ്രിപ്പോസിഷൻ ആയിട്ടും ഒരു കഞ്ചക്ഷൻ ആയിട്ടും ഒരു ആഡ്വർബ് ആയിട്ടൊക്കെ നമുക്ക് ഈ സിൻസ് എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കാം. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ പ്രിപ്പോസിഷൻ ആയിട്ട് ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ സിൻസ് ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് എ പോയിന്റ് ഓഫ് ടൈം ഇൻ ദ പാസ്റ്റ്. അതായത് പാസ്റ്റിലെ ഒരു ടൈം നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അന്ന് മുതൽ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രിപ്പോസിഷൻ, ഒരു വേർഡാണ് ഏത് സിൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ ചില ഷോപ്പുകളിലേക്ക് ഫ്രണ്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, എന്താണ് ആ ഷോപ്പിന്റെ നെയിമിന് താഴെ നമ്മൾ സിൻസ് 1956, 1925 എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്താണ്, അന്ന് മുതൽ അല്ലെങ്കിൽ ആ വർഷമാണ് ആ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തതെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണ് സിൻസ് 1926 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇറ്റ് ഈസ് യൂസ് ടു ഡിനോട്ട് എ പോയിന്റ് ഓഫ് ടൈം ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിലെ ഒരു ടൈം ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോർമലി നമ്മൾ സിൻസ് എന്ന് പറയുന്ന ഒരു പ്രിപ്പോസിഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് 2 October 2006. എന്താണ് ഇതിന്റെ അർത്ഥം? 2006 ഒക്ടോബർ 2 മുതൽ ഞാൻ ഇവിടെ ജോലി ചെയ്യുകയാണ്. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് 2 October 2000 അല്ലെങ്കിൽ 2002, 2002 ഒക്ടോബർ 2 മുതൽ ഞാൻ ഇവിടെ വർക്ക് ചെയ്യുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു സ്ഥലത്ത് പെർട്ടിക്കുലർ കമ്പനിയിൽ അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ സ്ഥാപനത്തിൽ നമ്മൾ ജോലി ചെയ്യാമെന്ന് പറയാണ്. അപ്പൊ 2002 മുതൽ അല്ലെങ്കിൽ 2002 ആ പെർട്ടിക്കുലർ ഡേറ്റ് മുതൽ നമ്മളിവിടെ ജോലി ചെയ്യുകയാണെന്ന് അത്തരത്തില് അതിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു പാസ്റ്റില് എന്താണ് പോയിന്റ് ഓഫ് ടൈം ഇൻ ദ പാസ്റ്റിൽ തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന ആ ആക്ടിവിറ്റിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സിൻസ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഈ സിൻസ് എന്ന് പറയുന്നത് നമുക്കൊരു വേർഡ്, നമുക്കൊരു കഞ്ചക്ഷൻ ആയിട്ടും ചില സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. സോ വാട്ട് ഈസ് കഞ്ചക്ഷൻ? കഞ്ചക്ഷൻ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. പക്ഷെ കഞ്ചക്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഞ്ചക്ഷൻ ഈസ് എ വേർഡ് വിച്ച് യൂസ് ടു കണക്ട് ടു സെന്റൻസസ്. അവ രണ്ട് വേർഡുകൾ തമ്മിൽ, അല്ലെങ്കിൽ രണ്ട് വേർഡുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേർഡുകളെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനാണ് നമ്മൾ കഞ്ചക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തില് കഞ്ചക്ഷൻ ആയിട്ട് നമ്മൾ ഈ സിൻസ് എന്ന് പറയുന്ന വേർഡിനെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത് പ്രിപ്പോസിഷൻ മാത്രമല്ല, ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഇതിനെ കഞ്ചക്ഷൻ ആയിട്ട് ഉപയോഗിക്കാം. അതായത് ഇപ്പൊ നമ്മളൊരു റീസൺ ഒക്കെ പറയുന്ന സാഹചര്യത്തിൽ, വെൻ യു എക്സ്പ്രസ് എ റീസൺ, ഇപ്പൊ ഒരു സംഭവത്തിന്റെ റീസൺ ഒക്കെ നമ്മൾ പറയുന്ന സാഹചര്യത്തിൽ നമുക്ക് ഇതൊരു കഞ്ചക്ഷൻ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഐ ഹാവിന്റ് സീൻ മൈ ബ്രദർ സിൻസ് 2 May 2000. 2002 മെയ് മാസം 2 മുതൽ ഞാൻ ബ്രദറിനെ കണ്ടിട്ടില്ല. ഐ ഹാവിൻ സീൻ മൈ യങ്ങർ ബ്രദർ സിൻസ് 2002. 2002 മുതൽ എന്റെ ചെറിയ ബ്രദറിനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഇത്തരത്തിലൊരു റീസൺ ഒക്കെ പറയുന്ന സാഹചര്യത്തിൽ നമുക്കിതൊരു കഞ്ചക്ഷൻ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മളിപ്പോ ഈ സിൻസിന്റെ ഉപയോഗത്തെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇതൊരു പ്രിപ്പോസിഷൻ ആയിട്ട്, മെയിൻ ആയിട്ട് ഇതൊരു പ്രിപ്പോസിഷൻ ആണ്, പ്രിപ്പോസിഷൻ ആയിട്ട് ഉപയോഗിക്കുക. ചില സാഹചര്യത്തിൽ കഞ്ചക്ഷൻ ആയിട്ട് ഉപയോഗിക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ചില സാഹചര്യങ്ങളിൽ ഈ സിൻസ് എന്ന് പറയുന്ന വേർഡ് നമുക്കൊരു ആഡ്വർബ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. എന്താണ് ആഡ്വർബ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആഡ്വർബ് ഈസ് എ വേർഡ് വിച്ച് മോഡിഫൈസ് എ വെർബ്. വെർബിന് അതിന്റെ ഒരു ക്വാളിറ്റി എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേർഡിലാണ് ആഡ്വർബ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഇത്തരത്തിലൊരു ആഡ്വർബ് ആയിട്ട് നമുക്ക് ചില സാഹചര്യത്തിൽ നമുക്ക് പറയാം. ഇപ്പൊ അതായത് പാസ്റ്റിലെ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രോസസ്സ്
സ്റ്റിൽ അത് ഗോയിങ് ഓൺ ആണ്, ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തിരിക്കുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ എക്സ്പ്രസ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത് നമുക്കൊരു വെർബിന് ഒരു അഡീഷണൽ ക്വാളിറ്റി എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആഡ്വർബ് എന്ന രീതിയിൽ നമുക്ക് ഈ സിൻസ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ നമ്മളത് ഒന്നും കൂടെ ടു മേക്ക് ഇറ്റ് മോർ ക്ലിയർ ഐ എം ഗോയിങ് ടു എക്സ്പ്ലെയിൻ അബൌട്ട് എക്സാമ്പിൾ. ഒരു എക്സാമ്പിൾ നമുക്കതൊന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഹിയർ സിൻസ് മോർണിംഗ്. രാവിലെ മുതൽ ഇവിടെ മഴ പെയ്യുകയാണ്. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഹിയർ സിൻസ് മോർണിംഗ്. രാവിലെ മുതൽ ഇവിടെ മഴ പെയ്യുകയാണ്. അപ്പൊ ഇത്തരത്തിൽ എന്താണ്, രാവിലെ തുടങ്ങിയ ഒരു പ്രവൃത്തിയാണ്, ഇല്ല പാസ്റ്റിലെ ഒരു പോയിന്റ് ഓഫ് ടൈം. രാവിലെ എന്ന് പറഞ്ഞാൽ ഓൾറെഡി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ രാവിലെ തുടങ്ങിയ ഒരു പ്രവൃത്തി ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന ചില സാഹചര്യത്തിൽ നമുക്ക് ഇതൊരു ആഡ്വർബ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ സിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൻസ് ഈസ് യൂസ് ടു ഡിനോട്ട് എ പോയിന്റ് ഓഫ് ടൈം ഇൻ ദ പാസ്റ്റ്. ടൈമിലെ, അതായത് പാസ്റ്റിലെ ഒരു തുടങ്ങിയ ആക്ടിവിറ്റിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രിപ്പോസിഷൻ ആയിട്ടും അതുപോലെ തന്നെ ഒരു കൺജഷൻ ആയിട്ടും ഒരു ആഡ്വർബ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഇത്, ഈ സിൻസ് എന്ന് പറയുന്ന വേർഡ്. മെയിൻലി ഇതൊരു പ്രിപ്പോസിഷൻ ആണ്, പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഇതിനെ കൺജഷൻ ആയിട്ടും ആഡ്വർബ് ആയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ സിൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുക. അതായത് എക്സാമ്പിളൊക്കെ ഇത് വെച്ച് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായിട്ടാവും. അപ്പം സ്വയം 2-3 എക്സാമ്പിളൊക്കെ ഈ സെൻസ് വെച്ച് ഒന്ന് പ്രിപ്പയർ ചെയ്യുക. അല്ലെങ്കിൽ ഏതൊക്കെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഉള്ള പ്രിപ്പോസിഷൻസ് വെച്ചിട്ട് അതിൽ തന്ന എക്സാമ്പിൾസ് ഒക്കെ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക. അപ്പൊ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതൊന്ന് കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ പേഴ്സണൽ സ്പീക്കിങ്ങിലേക്കും റൈറ്റിങ്ങിലേക്കും ഒക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.